ശ്രീ ചെറിയാമ്പിൽ, അടിയന്തരാവസ്ഥ വീണ്ടും ചർച്ച ചെയ്യപ്പെടുകയാണ്. 50 ആണ്ടുകൾക്ക് മുമ്പുള്ള കാര്യം. ഇതിൽ പലരെയും പ്രതിപ്പട്ടികയിൽ ചേർക്കാനുള്ള ഒരു ശ്രമവും പല ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്. കേരളത്തിൽ ചിലരൊക്കെ അടിയന്തരാവസ്ഥയുടെ കെടുതിയിൽ ഉത്തരവാദികളല്ല എന്ന് പറഞ്ഞ് കൈകഴുകാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. ആർക്കാ രക്ഷപ്പെടാൻ കഴിയുക? യഥാർത്ഥത്തിൽ അടിയന്തരാവസ്ഥ കാലത്ത് ധാരാളം നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, കോട്ടങ്ങളുണ്ടായിട്ടുണ്ട്. അതായത് നേട്ടങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് നാവടക്കൂ, പണിയെടുക്കൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ തൊഴിൽ മേഖലയിലൊക്കെ ധാരാളം സമ്പന്നാവസ്ഥ നിന്നും വിദ്യാലയങ്ങൾ കൃത്യമായി പ്രവർത്തിച്ചു, ആശുപത്രികൾ പ്രവർത്തിച്ചു. അങ്ങനെ ഒരു കാര്യക്ഷമതയുടെ അന്തരീക്ഷം കേരളത്തിലുണ്ടായിരുന്നു. അച്യുതമേനോൻ ഗവൺമെൻറ് മന്ത്രിമാരുടെ കാര്യത്തിൽ ഏറ്റവും പ്രഗത്ഭന്മാരുടേതായിരുന്നു. കരുണാകരൻ, ബേബി ജോൺ, ടി.കെ. ദിവാകരൻ, എം.എം. ഗോവിന്ദൻ, ടി.വി. തോമസ്, വക്കം പുരുഷോത്തമൻ, കെ.ജി. അടിയോടി, അങ്ങനെ ഒരു നിര എല്ലാവരും ഒന്നിനൊന്നും ആ മന്ത്രിസഭയ്ക്കും നേട്ടങ്ങളുണ്ടായിരുന്നു. വികസന കാര്യത്തിൽ വലിയ നേട്ടം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അടിയന്തരാവസ്ഥയുടെ മറവിൽ നടന്ന അതിക്രമങ്ങൾ പലതും പിന്നീടാണ് പുറത്തറിയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ആ മന്ത്രിസഭയുടെ നേട്ടങ്ങളുടെ ഫലമായിട്ടാണ് 112 സീറ്റ് കിട്ടി അധികാരത്തിൽ വന്നത്. പക്ഷേ അടിയന്തരാവസ്ഥ കഴിഞ്ഞപ്പോൾ വലിയ വിജയം നേടിയെങ്കിലും കരുണാകരൻ മുഖ്യമന്ത്രിയായി. പക്ഷേ പിന്നീട് രാജൻ സംഭവം ഒരു ഭൂകമ്പം പോലെ വന്നപ്പോൾ അടിയന്തരാവസ്ഥയിൽ നേട്ടങ്ങളുടെ എല്ലാം ഉത്തരവാദി അച്യുതമേനോൻ, കോട്ടങ്ങളുടെ എല്ലാം ഉത്തരവാദി കരുണാകരൻ എന്ന് പറയുന്ന അവസ്ഥ വന്നു. പക്ഷേ അത് ചരിത്ര വസ്തുതകളായതുകൊണ്ട് അതിലേക്കൊന്നും ആരും പിന്നെ കടന്നില്ല. ഈ അടുത്ത കാലത്ത് അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികം ആഘോഷിച്ചതിൻ്റെ ഭാഗമായിട്ട്, ഇന്നത്തെ ആഘോഷമാണല്ലോ, പലയിടത്തും ചടങ്ങുകളിൽ മാധ്യമങ്ങളിലൊക്കെ കരുണാകരനെ കൊലയാളിയായി ചിത്രീകരിക്കുന്നു. അച്യുതമേനോൻ മകൾക്ക് തോൽക്കരിക്കുന്നു, കരുണാകരനെ കൊലയാളിയായി സംബന്ധിച്ചു. അത് ഈ രാജൻ സംഭവത്തിൻ്റെ പേരിലാണെന്ന് തോന്നുന്നു. പക്ഷേ അടിയന്തരാവസ്ഥയിൽ ആർക്കാണ് ഉത്തരവാദിത്വം? അന്ന് മുഖ്യമന്ത്രി അച്യുതമേനോനാണ്, ആഭ്യന്തരമന്ത്രിയാണ്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ പ്രതിപക്ഷ നേതാക്കന്മാരെ എല്ലാം ജയിലിലടച്ചു, EMS ഉൾപ്പെടെ, പിണറായി വിജയൻ ഉൾപ്പെടെ ജയിലിലടച്ചു. പക്ഷേ ഇതെല്ലാം നടത്തുന്നത് അച്യുതമേനോൻ്റെ നേതൃത്വം തന്നെയല്ലേ? അദ്ദേഹം മുഖ്യമന്ത്രിയായ ക്യാബിനറ്റാണ് പ്രതിപക്ഷ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചത്. കേന്ദ്ര നിർദ്ദേശമനുസരിച്ച് അടിയന്തരാവസ്ഥക്കെതിരെ ശബ്ദമുയർത്തുന്ന ആളുകളെ മുഴുവൻ അമർച്ച ചെയ്യാൻ വേണ്ടിയുള്ള നടപടി സ്വീകരിച്ചു. അന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെയും അതുപോലെ തന്നെ ജില്ലാ തലത്തിൽ പ്രവർത്തിക്കുന്ന മറ്റ് ഉദ്യോഗസ്ഥന്മാർ ഒക്കെ, കളക്ടർമാർ, ഇവരുടെ എല്ലാം യോഗത്തിൽ അടിയന്തരാവസ്ഥയ്ക്ക് എതിർക്കുന്നവരെ ശക്തമായ നടപടി എടുക്കണമെന്ന് ഏറ്റവും ശക്തമായി വാദിച്ചത് കരുണാകരനല്ല. യഥാർത്ഥത്തിൽ അന്ന് പ്രസംഗം കേട്ട പല ഉദ്യോഗസ്ഥന്മാരും അച്യുതമേനോൻ്റെ, സൗമ്യനായ അച്യുതമേനോൻ്റെ ഒരു മുഖഭാവം കണ്ട് അന്തം വിട്ടു. കാരണം അതുപോലെ പുള്ളി അന്ന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിരുന്നു. അന്നത്തെ കേന്ദ്രം ഭരിക്കുന്ന ഇന്ദിരാഗാന്ധിയോടും അന്നത്തെ ഗവൺമെൻറ്റിനോടും ഏറ്റവും അധികം താല്പര്യമുള്ള ആളായിരുന്നു അച്യുതമേനോൻ. അതുകൊണ്ട് നടപ്പിലാക്കുന്ന കാര്യത്തിൽ അദ്ദേഹം മുന്നിട്ട് നിന്നു. ഓം മേത്ത എന്ന സഹമന്ത്രിയാണ് ഇവിടെ വന്നത് നടപ്പിലായിട്ട്. അദ്ദേഹം പറഞ്ഞ നിർദ്ദേശങ്ങളെല്ലാം പാലിച്ചു തരാം. അച്യുതമേനോനെ കണ്ടാണ് സംസാരിച്ചത്. കേരളത്തിൽ ഇവിടെ നക്സലുകൾ പല സ്ഥലങ്ങളിലും വേട്ട നടത്തുന്നു. യഥാർത്ഥത്തിൽ ഇടുക്കി ഡാം തകർക്കാൻ പോലും ആലോചന നടന്നിരുന്നു. അത് ജോർജ് ഫെർണാണ്ടസ് സാറിൻ്റെ പേര്. അതെ, ജോർജ് ഫെർണാണ്ടസ് സാറിൻ്റെ കരുക്കൾ നീക്കിയപ്പോൾ MP വീരേന്ദ്രകുമാർ, അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽപ്പെട്ട പ്രധാന നേതാവ്, EMS വിളിച്ച് പറഞ്ഞപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി അത്തരം പാർട്ടിപരിശ്രമങ്ങളിൽ നിന്നില്ല. പക്ഷേ ജനകീയ സപ്പോർട്ട് നക്സലുകൾക്ക് കിട്ടിയില്ല. പക്ഷേ പല സ്ഥലങ്ങളിലും ഒരു ബോംബ് സ്ഫോടനമൊക്കെ നടത്തി. മൂഴിയാറിൽ ഒരു ബോംബ് സ്ഫോടനം നടന്നു. 650 കിലോഗ്രാം ഡൈനാമിറ്റും ഉപകരണങ്ങളും പോലീസ് കണ്ടെടുത്തു. ഈ സാഹചര്യത്തിലാണ് അച്യുതമേനോൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ തന്നെ യോഗം ചേർന്ന് ക്രൈംബ്രാഞ്ച് നേരത്തെ ഉണ്ട്, EMSൻ്റെ കാലത്താണ് ക്രൈംബ്രാഞ്ച് തുടക്കമിട്ടതെങ്കിൽ പോലും ക്രൈംബ്രാഞ്ചിൻ്റെ മേധാവിയായിട്ട് DIG ആയിരുന്ന ജയറാം പടിക്കൽ നിയമിക്കുന്നു. ശാസ്തമംഗലത്തും അതുപോലെ തന്നെ കക്കയത്തോര ക്യാമ്പ് തുറന്നു. അതാ അച്യുതമേനോൻ്റെ നേതൃത്വത്തിലാണ്. അപ്പോൾ അങ്ങനെ ജയറാം പടിക്കലിന് നക്സലൈറ്റിൽ അമർച്ച ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ടാസ്ക് അദ്ദേഹത്തെ ഏൽപ്പിക്കുന്നു. അതെല്ലാം അച്യുതമേനോൻ അറിഞ്ഞുകൊണ്ടാണ്. പക്ഷേ അത് കഴിഞ്ഞ് പ്രശ്നമുണ്ടായത് രാജൻ സംഭവം ഉണ്ടായത് പുറത്തറിയുന്ന ഹേബിയസ് കോർപ്പസ് റിട്ടുമായിട്ട് ഈശ്വര വാര്യർ പോയപ്പോൾ കോടതി ചോദിച്ചപ്പോൾ സത്യവാങ്മൂലം എന്ന നിലയിൽ കൊടുത്ത സത്യവാങ്മൂലം വ്യാജമായിരുന്നു. അതിന് കാരണം എന്താ? ഇദ്ദേഹത്തെ പിടിച്ചതും കാര്യങ്ങളൊക്കെ ചെയ്തതൊക്കെ ജയറാം പടിക്കൽ നേതൃത്വത്തിലുള്ള സംഘമാണ്. പക്ഷേ കരുണാകരൻ അത് അറിഞ്ഞിരുന്നില്ല. അത് തീർച്ചയാണ്. എനിക്ക് തന്നെ അറിയാം, ഈശ്വര വാര്യർ AK ആന്റിയെ പോയി കണ്ടു. അപ്പോൾ AK ആന്റി കരുണാകരൻ സംസാരിച്ചപ്പോൾ പോലീസ് കസ്റ്റഡിയിലുണ്ടെന്നാണ് പടിക്കൽ പറഞ്ഞതെന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് ഈശ്വര വാര്യർ എന്നെ കണ്ടു.
ഞാനും തിരുവഞ്ചൂർ രാഷ്ട്ര KSU പ്രസിഡന്റാണ്, ഞാൻ ജനറൽ സെക്രട്ടറിയാണ്. ഞങ്ങൾ ഒരുമിച്ച് മൻമോഹൻ ബംഗ്ലാവിൽ വെച്ചാണ് അത് ജയറാം പടിക്കലിനെ കരുണാകരൻ ഫോൺ എടുത്ത് വിളിച്ചിട്ട് ഈ രാജൻ എന്ന് പറയുന്ന ഈശ്വരവാരുടെ മകൻ്റെ കാര്യം എന്തായി, നമ്മുടെ KSUക്കാർ വ്യാകുലരാണല്ലോ എന്ന് കരുണാകരൻ വിളിച്ചു പറഞ്ഞു. അങ്ങനെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഞാനും കൂടി ഈ പറയുന്ന നമ്മുടെ കവടിയാറുള്ള മൻമോഹൻ ബംഗ്ലാവിൽ നിന്ന് ഈ ശാസ്ത്രമംഗലത്തുള്ള ക്യാമ്പ് അന്വേഷിച്ച് നടന്നു. എവിടെയെന്ന് അറിയില്ല. അവസാനം ഈ പണിക്കേഴ്സ് ലൈനിലുള്ള ഒരു കെട്ടർ, അതായത് നമ്മുടെ ACB ഇരിക്കുന്ന പഴയ സൂര്യ, അതായിരുന്നു പടിക്കലിന്റെ ആസ്ഥാനം. ഞങ്ങൾ കോടിപ്പടി കഴിച്ചപ്പോൾ പടിക്കലുണ്ട്. ആ പടിക്കൽ ഞങ്ങളോട് വളരെ സൗമ്യപൂർവ്വമായിട്ട് പറഞ്ഞു, ഞങ്ങൾ വെയിൽ കൊണ്ട് കയറി വരികയാണ്, പറഞ്ഞു കസ്റ്റഡിയിലുണ്ട് എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ ഈശ്വരന്മാരെ അറിയിച്ചു. അപ്പോൾ പടിക്കൽ അന്ന് കരുണാകരനെയും അച്യുതമേനോനെയും ഞങ്ങളെല്ലാം തെറ്റിദ്ധരിപ്പിച്ചു, അതാണ് സത്യം. പക്ഷേ അച്യുതമേനോനെ ഈശ്വരന്മാർ കണ്ടു, കരുണാകരനെ ഈശ്വരന്മാർ കാണുന്നത് കോഴിക്കോട് വെച്ചാണ്. അന്നത്തെ കോൺഗ്രസ് നേതാവ് സാദിരി കോയ, ഇപ്പോഴത്തെ PM നിയാസ് എന്ന് പറയുന്ന KPC ജനറൽ സെക്രട്ടറി പിതാവ്, അദ്ദേഹം വന്ന് വിശ്വസ്തനാണ് ആരുടെ, കരുണാകരൻ. അദ്ദേഹം കൂടെ കൂടിയാണ് ഈശ്വരന്മാർ കരുണാകരൻ കണ്ടത്. കരുണാകരൻ കണ്ടപ്പോൾ കരുണാകരൻ പറഞ്ഞു ക്വസ്റ്റഡിയിലുണ്ടെന്ന് പറയുന്നു, വേണ്ട ചെയ്യാം എന്ന് പറഞ്ഞ് വളരെ സൗമ്യനസ്യപൂർവ്വമായ പേര് പറഞ്ഞു. അത് കഴിഞ്ഞ് വീണ്ടും പോയപ്പോഴത്തേക്കൊണ്ട് ഈശ്വരന്മാരുടെ അനുജൻ മാധവ് വാര്യർ പോയി ആരെ കണ്ടു. കാരണം ഈശ്വരന്മാർക്കും മാധവ് വാര്യർക്കും ഒരു തൃശ്ശൂർക്കാരാണ്, അവർക്ക് അച്യുതമേനോട്ട് അറിയാം, മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽപ്പെട്ടവരാണ്. അവർ പോയി കണ്ടപ്പോൾ മാധവ് വാര്യരോട് പറഞ്ഞത് ഒളിവിൽ എന്ന അർത്ഥത്തിൽ UGയിലായിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ മാധവ് വാര്യർ ചോദിച്ചു, UG എന്ന് പറഞ്ഞാൽ അണ്ടർഗ്രൗണ്ട് ആണോ അണ്ടർ ദി ഗ്രൗണ്ട് ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ അത് അച്യുതമേനോൻ ഇല്ല, അദ്ദേഹം കുപിതനായി. അത് കഴിഞ്ഞ് ഈശ്വരന്മാർ തന്നെ ചെന്നപ്പോൾ നിങ്ങളുടെ മകനെ അന്വേഷിച്ച് ഞാൻ ഉടുപ്പിട്ടുകൊണ്ട് എല്ലാ പോലീസ് സ്റ്റേഷനിൽ ഇറങ്ങണമെന്ന് പറഞ്ഞു. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പം അച്യുതമേനോൻ പെരുമാറ്റ ശൈലിയും കരുണാകരന്റെ ശൈലിയും നോക്കുമ്പോഴത്തേക്കൊണ്ട് കരുണാകരനാണ് കുറച്ചുകൂടി അച്യുതമേനോൻ എല്ലാം അറിയാമായിരുന്നു. പക്ഷേ രാജൻ സംഭവം ഒരു ഭൂകമ്പമായി മാറിയത് കരുണാകരൻ മുഖ്യമന്ത്രിയായ ശേഷമാണ്. അപ്പോൾ അന്ന് 112 സീറ്റ് കിട്ടിയപ്പോൾ അതിൻ്റെ ഖ്യാതി അച്യുതമേനൊന്നും കരുണാകരൻ വന്നില്ല, കാരണം മുഖ്യമന്ത്രിക്കല്ലേ അതിൻ്റെ ഖ്യാതി വരുള്ളൂ. അപ്പോൾ കരുണാകരൻ ദുഷ്ടൻ ഭീകരൻ എന്ന് പറഞ്ഞപ്പോൾ നിയമസഭയിലെല്ലാം വലിയ പ്രശ്നമായി മാറിയത് എന്താ, ഇതാണ്. പിണറായി വിജയനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി, പോലീസ് പീഡനം അനുഭവിച്ചു. അദ്ദേഹം ജയിലിൽ നിന്ന് അച്യുതമേനോനെ വിളിച്ചിട്ട് ഫോൺ എടുക്കാൻ പറ്റിയില്ല. അദ്ദേഹം കത്തയച്ചു അച്യുതമേനോന്, കത്തയച്ചിട്ട് മറുപടിയിലും കിട്ടിയില്ല, അതാണ് സത്യം. അപ്പം അങ്ങനെയുള്ള ഒരു അച്യുതമേനോനെ മഹത്വവൽക്കരിക്കുന്നത് കണ്ടു. മഹത്വവൽക്കരിച്ചോട്ടെ, നമുക്ക് പ്രശ്നമല്ല. അച്യുതമേനോന് അതിൻ്റെതായ മഹത്വമുണ്ട് പല കാര്യത്തിലും. അദ്ദേഹം നല്ല അതാണ്, എനിക്ക് വ്യക്തിപരമായി അടുപ്പമുള്ള ആളാണ്, എന്നെ പ്രകൃതിച്ചിട്ടുള്ള ആളാണ്, അതൊക്കെ ശരിയാണ്. പക്ഷേ എന്തിന് കരുണാകരനെ വീണ്ടും വീണ്ടും കൊലയാളിയാക്കുന്നു? മരിച്ചുപോയ ഒരാളെ ഹിറ്റ്ലർക്ക് തുല്യനാണെന്നൊക്കെ പറഞ്ഞാൽ എന്തൊരു കഷ്ടമാണ്. അത് കാര്യങ്ങൾ കൊന്നോ? ഇവിടെ രാജൻ സംഭവം ഉണ്ടായി, വിജയൻ സംഭവം ഉണ്ടായി, കണ്ണൻ സംഭവം ഉണ്ട്, ശരിയാണ്. പക്ഷേ കസ്റ്റഡി മരണങ്ങൾ എത്രയോ കേരളത്തിൽ നടന്നിരിക്കുന്നു. പക്ഷേ കരുണാകരനെ മാത്രം കൊലയാളിയാക്കിയത് തെറ്റായത് കൊണ്ടാണ് ഞാൻ ശക്തമായി അതിനെ പ്രതികരിച്ചതും അതിൻ്റെ ഉത്തരവാദിത്വം, നേട്ടങ്ങളുടെ ഉത്തരവാദിത്വം കൊടുക്കുന്നതും ശരിയല്ല എന്ന് ഞാൻ പരസ്യമായി പ്രതികരിക്കേണ്ടി വന്നു. പക്ഷേ അച്യുതമേനോനും കരുണാകരനും ഒരുമിച്ചുള്ള ആ മന്ത്രിസഭ ഉണ്ടാക്കിയ നേട്ടങ്ങൾ ആർക്കും വിസ്മരിക്കാൻ പറ്റില്ല. അച്യുതമേനോൻ്റെ തലയിൽ ഒരു സ്വർണ്ണ കിരീടമുണ്ട്, ആ കിരീടമൊന്നും ആർക്കും തകർക്കാൻ പറ്റില്ല. പക്ഷേ എന്തുകൊണ്ട് സംഘടിതമായി കരുണാകരനെ മാത്രം കൊലയാളിയാക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഉയർത്തുന്ന പ്രശ്നം. പക്ഷേ അച്യുതമേനോൻ്റെ ആ നിശബ്ദതയ്ക്കകത്ത് പലതും വായിച്ചെടുക്കാൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കരുണാകരന് കാര്യങ്ങളെല്ലാം തന്നെ വെട്ടിത്തുറന്ന് പറയുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. ഈ ഈശ്വരന്മാരുടെ അടുക്കൽ സഹികെട്ടാണല്ലോ പറഞ്ഞത്, ഈ ഞാൻ രാവിലെ ഒരു തോർത്തുമെടുത്ത് തോളത്തിട്ടുണ്ട്, പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങാം എന്നത്. അല്ല, അതൊക്കെ ഇത് ഈശ്വരന്മാർ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അതെ, ആത്മകഥ. അപ്പം ഞാനിത് പറയുന്ന പുതിയ കാര്യമൊന്നുമല്ല. അപ്പം ഞാൻ പറഞ്ഞത് കരുണാകരൻ മാത്രം കൊലയാളി, തട്ടിൽ എസ്റ്റേറ്റ് അദ്ദേഹം നിരപരാധിയാണ്, അഴിക്കോടൻ മതം അദ്ദേഹം നിരപരാധിയാണ്, ചാരക്കേസ് അദ്ദേഹം നിരപരാധിയാണ്. നിരപരാധിയായ ധാരാളം കേസുകളിൽ അദ്ദേഹത്തെ കൊലയാളിയായി ചിത്രീകരിക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ട്. കരിങ്കാലിയാണ് അദ്ദേഹം, എല്ലാ സമരങ്ങളും പൊളിച്ച ആളാണ്. മരിച്ച ശേഷം 15 വർഷമാവുകയല്ലേ, എന്തിന് അദ്ദേഹത്തെ വിടുന്നത്? ഞാൻ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഭരണത്തെ വിമർശിച്ചിട്ടുള്ള ആളാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ നല്ല കാര്യങ്ങളില്ലേ? ഇപ്പം അച്യുതമേനോൻ്റെ നല്ല കാര്യങ്ങൾ അംഗീകരിക്കുന്നു, പക്ഷേ കരുണാകരൻ്റെ നല്ല കാര്യങ്ങൾ അംഗീകരിക്കണം. അത് അംഗീകരിക്കാതെ പോലീസ് സേനയ്ക്ക് ഉണവുണ്ടായത് ആ സമയത്തല്ലേ. അന്ന് ശിങ്കാരവേലുവാണ് IG ആദ്യം, പിന്നെ VN രാജൻ. ഈ പോലീസിന് ഇപ്പോൾ ഉള്ള ഒരു പുതിയ മുഖം വന്നത് എപ്പോഴാണ്? പോലീസ് ആളുകളോട് സൗമ്യമായി പെരുമാറി തുടങ്ങിയത് കരുണാകരൻ്റെ കാലത്താണ്. പോലീസിലും ഒരു മ്യൂസിക് ക്ലബ്ബ്, അവരുടെ ഓർക്കസ്ട്ര ടീമും അവർ പാട്ട് പാടാൻ ഇറങ്ങി. അപ്പോൾ പോലീസുകാരിലും മൃദുലവും വികാരമുള്ള ആളുകളുണ്ട്. കാക്കി നിലയിൽ കയറിയ ഉടൻ തന്നെ ആളുകൾ അടിക്കുന്നവരല്ല എന്നൊരു ഇംപ്രഷൻ ഉണ്ടായി ആ സമയത്ത്.
പക്ഷേ രാജൻ എന്ന് പറയുന്ന ആളെ പിടിച്ചപ്പോൾ പോലീസ് സ്റ്റേഷൻ ആക്രമണ കേസിലാണ് പിടിച്ചത്. ഉണ്ടായ കൈപ്പിഴയാവാം, എന്തോ സംഭവിച്ചു, മരിച്ചു, അത് സത്യമാണ്. ആ സത്യത്തിൻ്റെ ഉത്തരവാദികൾ ആര് എന്നുള്ളത് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കുറ്റപ്പെടുത്തുന്നതിലും ഒരു വീഴ്ചയായി മാത്രമാണ് പലരും കാണുന്നത്. അപ്പോൾ 50 വർഷം നടന്ന ഒരു കാരണത്തിൻ്റെ പേരിൽ ഇദ്ദേഹം കൊലയാളിയാണെന്ന് പറയുന്നത് ചരിത്ര നിഷേധം മാത്രമല്ല, ക്രൂരതയാണ്, മഹാപാപമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.